എടേ നീ ഇതെവിടെ പോണു? ഞാനെങ്ങോട്ടും പോകുന്നില്ല. പിന്നെന്താ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്? അവരിപ്പോ വരത്തില്ലേ? ആര്? പോലീസുകാർ. അപ്പൊ പിന്നെ റെഡി ആവാനും സമയം കിട്ടത്തില്ല. ഇതാകുമ്പോൾ റെഡി ആയിട്ട് നിന്ന് അവർ വന്ന ഉടനെ വണ്ടി കയറി പോവാമല്ലോ. എടി നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അമ്മാവൻ പോയിരിക്കല്ലേ, പോയിട്ട് വരട്ടെ. അന്വേഷിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് ചിന്തിച്ച് ചെയ്യാടി. ഓ, എനിക്കൊരു സമാധാനം ഇല്ലടി. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നല്ല ചായ ഇടുന്നുണ്ട്. ഒരു കപ്പ് ചായ കുടിച്ചാൽ ചിലപ്പോൾ കുറച്ച് കൂളാവും. എനിക്കൊരു ചായം വേണ്ട. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്. എന്ത് കാര്യമാ? നീ പിങ്കിയുടെ അച്ഛനും അമ്മനെ വല്ലതും പറയാണോ ചെയ്തോ, വല്ലതും ചെയ്താ? നീ ഞാൻ ആരുടെ അച്ഛനെയും അമ്മയ്ക്കും ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ കഷ്ടകാലത്ത് ഞാൻ ഒരു പാട്ട് പാടിയതാ. ഏത് പാട്ടാടി? ഇങ്കി പിങ്കി പോങ്കി, പിങ്കിയുടെ ഫാദർ വാസെ ഡോങ്കി, ഇങ്കി പിങ്കി പോങ്കി, പിങ്കിയുടെ മദർ വാസെ മങ്കി ഡോങ്കി. ഈ പാട്ടാണ് ഞാൻ പാടിയത്. ഈ പാട്ട് കേട്ട് തന്നെ അവള് പോയി സൂയിസൈഡ് ചെയ്തത്. ഈ പാട്ട് കേട്ട അവളല്ല, ഞാനായാലും സൂയിസൈഡ് ചെയ്തു. അതെന്താടി? എടി, അറ്റ്ലീസ്റ്റ് ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അതിന് വരികൾ നോക്കണം. അതും പോട്ടെ, ഇച്ചിരി താളത്തിലും ഈണത്തിലൊക്കെ പാടണം. ഇതെന്ത് പാട്ടാടി? ചാടി, നീ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുവോ അതോ കൂടുതൽ ടെൻഷൻ ആക്കാൻ നോക്കുവാണോ? ഞാൻ ടെൻഷൻ അടിപ്പിക്കാൻ നോക്കുവൊന്നുമല്ല. നീ ഒന്ന് അടങ്ങ്. അമ്മ വരുന്നടി. അമ്മാവ പോയിട്ടുണ്ടായി. പോലീസിനെ കണ്ടോ? പോലീസിനെ കണ്ടു, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതെ, അവിടുത്തെ പോലീസുകാർ പറയാണ് അവിടെ നിന്ന് ആരും നമ്മളെ വിളിച്ചിട്ടില്ല എന്ന്. അതുമല്ല, അങ്ങനെ ഒരു ബോഡി അവരുടെ സ്റ്റേഷൻ പരിധിയിൽ കിട്ടിയിട്ടുമില്ല എന്ന്. അമ്മോൾ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ എന്നെയും അമ്മാവനെയൊക്കെ വിളിച്ചതാരാ? അതാണ് മോളെ ഞാനും ആലോചിക്കുന്നത്. അമ്മാവൻ ഇത് അവരുടെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയാണ് വേറെ ഏതെങ്കിലും സ്റ്റേഷൻ പരിധിയിലായിരിക്കും ബോഡി കിട്ടിയത്. ഇനി അവർ വിളിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണമെന്ന്. ഈ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ ടെൻഷൻ. എൻ്റെ ഈശ്വര, എന്തിനാ എന്നോട് ഈ പരീക്ഷണം? നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. എന്തായാലും നിനക്കൊന്ന് സമാധാനിക്കാൻ കുറച്ച് സമയം കിട്ടിയല്ലോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എങ്ങനെയാണ് ഈ കാര്യത്തിലൊക്കെ സമാധാനിക്കുന്നേ? എങ്ങോട്ടെങ്കിലും ഓടി പോകാൻ തോന്നുവാ? മോളെ, ആവശ്യമില്ലാത്ത ഒരു പരിപാടിയും ചെയ്യരുത് കേട്ടാ. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം കേട്ടാ. മോളി പോയി റെസ്റ്റ് എടുക്ക് പോ. അമ്മാവാ, ശരിക്കും പോലീസ് എന്താ പറഞ്ഞത്? ഇതൊക്കെ തന്നെ മോളെ പറഞ്ഞത്. അവരടുത്തൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞുകൂടായിരുന്നു മോനെ? അതും ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറയണ വ്യക്തമായ തെളിവില്ലാതെ ഒന്നും അന്വേഷിക്കാൻ പറ്റൂല എന്ന്. പിങ്കിയുടെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാറുന്നില്ല മോനെ? ഞാൻ വിളിച്ചു, കുറേ പ്രാവശ്യം വിളിച്ചു, പക്ഷെ എപ്പോഴും വിളിച്ചാലും സ്വിച്ച് ഓഫ്. ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? ഇനി ഒറ്റ കാര്യമേ ചെയ്യാവുള്ളൂ. പോലീസ് പറഞ്ഞതുപോലെ അവർ വിളിക്കുന്നവരെ കാത്തിരിക്കണം. ഹായ് പിങ്കി, നീ സൂസൈഡ് ചെയ്തതല്ലേ? അല്ല, നീ എന്നെ കൊന്നതാ. അതിന് പകരം ചോദിക്കാനാ ഞാൻ വന്നത്. എനിക്ക് നിന്റെ ബ്ലഡ് വേണം. മോളെ, അങ്ങനെ ഒന്നുമില്ല. നീ പേടിച്ചിട്ടാണ്. അങ്ങനെ ഒന്നുമില്ല. അല്ല മാവ, അവളെ ഞാൻ കൊന്നത്. അതുകൊണ്ട് അവക്ക് എന്റെ ബ്ലഡ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ പിടിക്കാൻ വന്നു. എന്തുന്നൊക്കെയാണ് ഈ പറയുന്നത്? മോളെ, നീ സമാധാനപ്പെടും. അങ്ങനെ ഒന്നുമില്ല. അമ്മ വന്ന് നോക്കാം പോരെ. രക്ഷപ്പെട്ട് വന്നത് ഇങ്ങോട്ട്. ശരി. അമ്മാവ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. എനിക്ക് പേടി ഇവിടെ നിൽക്കാൻ. അമ്മാവ, എന്ത് പ്രേതത്തിൽ നിന്ന് പ്രൊട്ടക്ഷനോ? എന്തുവാണ് ഈ പറയുന്നത്? എടി മോളെ, പേടിക്കാതെ. അമ്മാവനില്ലേ, എന്തുണ്ടെങ്കിലും അമ്മാവൻ നോക്കിക്കോളാം. കുഴപ്പമില്ല. അമ്മാവന്റെ കൂടെ വാ. മോള് വാ. നോക്കാം. എടി പേടിക്കാതെ, ഞാൻ ഇല്ലേ, പിന്നെന്ത്? വാ. ശരി, ഞാൻ നോക്കട്ടെ. വാ, മക്കൾ ഇവിടെ വന്നു. പേടിക്കണ്ട, ഞാൻ ഇല്ലേ. സൂക്ഷിച്ച്.
എടി ആരും ഇല്ലടി. എടി, ഞാൻ കണ്ടതാടി. നീ അത് തന്നെ വിചാരിച്ച് നടക്കണോണ്ടാ. ശരിക്കും പ്രേതവും ഭൂതവും ഒന്നും ഇല്ല വന്തി. എനിക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ, തല വെട്ടി പൊളക്കുന്ന. എടി മോളെ ഇവിടെ ആരുമില്ലടി, ബാത്റൂമിൽ ആരുമില്ല, ഞാൻ നോക്കി. ഞാൻ കണ്ടത് അമ്മാവാ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. നീ ഇവിടെ പോന്ന്? ഞാൻ എവിടെയും പോകില്ല, ഞാൻ നിന്റെ അടുത്ത് ഇരിക്കാം. ബാ. നീ ഒരു കാര്യം ചെയ്യ്, അവള് കൂടെ ഇരിക്കും. മക്കള് മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങും. ഉറങ്ങി എഴുതിക്കുമ്പോ എല്ലാം ശരിയാവും കേട്ടാ. പേടിക്കണ്ട. എന്താവശ്യത്തിന് അമ്മ താഴെ ഉണ്ട്, വിളിച്ചാ മതി. മോളെ നോക്കി. ഞാൻ നോക്കിക്കോളാം. ശരി. കിടക്ക് കിടക്ക് നീ. എടി ചാരു. എന്താടി? നീ ചാരു തന്നെയല്ലേ? പിന്നെ ഞാൻ ചാരും അല്ലാണ്ട്. അല്ല, ഇനി പിങ്കി ആണെങ്കിലോ? ഈ പ്രേതങ്ങൾക്ക് ഇങ്ങനെ വേഷം മാറി വരാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഇടി വേഷം മാറി വരാൻ ഞാനെന്താ മജീഷ്യൻ മുതുകാടാ? അടി വാങ്ങിക്കും നീ. കിടക്കടി അവിടെ മരയാക്കി. ഓരോന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്. എന്താടി? നീ ഇപ്പൊ മൂളിപ്പാട്ട് പാടിയോ? എന്തിനടി? നീ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രേതങ്ങളൊക്കെ വരുമ്പോൾ മൂളിപ്പാട്ട് പാടുമെന്ന്. ഇനി പിങ്കി അങ്ങനെ നിന്റെ ദേഹത്ത് കൂടിയിട്ടുണ്ടെങ്കിലോ? എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയിട്ട് നീ ബോധം കെട്ട് വീടിനെക്കാട്ടും നല്ല തന്നെ കിടന്നുറങ്ങണേ. ഉറങ്ങടി. ഒരു അന്ധവിശ്വാസം കൊണ്ട് ഇറങ്ങിക്കോളൂ. ഉറങ്ങുറങ്ങും. സാബു സാറേ, നമ്മുടെ ഈ പരസ്യ ഗാനം ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് പാടി കേൾപ്പിക്കാം, കേട്ടു വെക്ക്. ജിഞ്ചർ സോപ്പ് സൂപ്പറാണടി എൻ്റെ ശ്യാമളെ, ഗുമുഗുമാന്ന് മണവുമുണ്ടടി, പദ പതാന്ന് പതയുമുണ്ടടി, നമ്മുടെ ജിഞ്ചർ സോപ്പ് സൂപ്പറാണടി. ജിഞ്ചർ സോപ്പ് സൂപ്പറാണടി. ജിഞ്ചർ സോപ്പ് ഗുമുഗുമ പദ പദ ജിഞ്ചർ സോപ്പ് വെറും. ആണോ സാറേ? അപ്പോൾ നാളെ റെക്കോർഡിങ്ങിന് കയറിയല്ലേ? ഓ ശരി 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 സാറേ. മറ്റേ ഒരു 2000 രൂപ ഇട്ടേക്കണേ. ഈ പാട്ട് എഴുതിയ ആളിന് പൈസ കൊടുക്കണം, മ്യൂസിക് ചെയ്ത ആളിന് പൈസ കൊടുക്കണം. ഇപ്പോൾ ഇട്ടാക്കിയോ? ശരി ശരി ശരി. അപ്പോൾ ഇത് നമുക്ക് പൊളിക്കാം. ഓ പിന്നെന്ത് ഓ റെഡി. ഐശ്വര്യമാണോടാ നീ? ഐശ്വര്യമാണ്. കയറി വന്ന ഉടനെ 2000 രൂപ പെട്ടിയിൽ. അതൊക്കെ പിന്നെ പറയാം. പാട്ട് ഒരു പരസ്യ ഗാനം കേട്ടു നോക്കാം. ഇത് വല്ല എന്തെങ്കിലും മാറ്റം? അതല്ല അളിയ, അത് വേറെ എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാണ്ടളിയ. എന്താടാ ഇത്? കുമ്പസരിക്കണ പള്ളിയാടാ. എന്നും വന്ന് ഓരോ വിഷമങ്ങൾ പറയാം. എന്തോന്നാണ്? ഞാൻ പിന്നെ വേറെ ആരടുത്ത് പറയും? നീ വേറെ എവിടെയെങ്കിലും ചെന്ന് പറയടാ കിഴങ്ങ്. എനിക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടാ? ഞാൻ ഒരു സൃഷ്ടിയായിട്ടിരിക്കുമ്പോ ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തല്ലേ? ഒന്ന് പറഞ്ഞോട്ടല്ലേ. അതെ, എന്റെ ഒരു കൂട്ടുകാരന്റെ മോള് എഴുത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത്. ഓ അപ്പോഴേ എവിടെ ന്യൂസ്? കൂട്ടുകാരന്റെ പേര്, ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ വയസ്സ്, കുട്ടിയുടെ വയസ്സും പേരൊന്നും പറയാൻ പറ്റൂല, വെളിപ്പെടുത്താൻ പറ്റൂല. പിന്നെ ന്യൂസ് തരാൻ വന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടി വെളുത്തതാ കറുത്തതാ പൊക്കാത്ര? ഞാനൊന്ന് പറഞ്ഞോട്ട്, അത് മൊത്തം കേക്ക്. അപ്പൊ ആത്മഹത്യ ചെയ്ത് ബോഡി കിട്ടാൻ വേണ്ടിട്ട്, കിട്ടിയാന്നറിയാൻ വേണ്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ പോയി. അപ്പൊ അവര് പറയണു അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ഇതുമില്ല. ആത്മഹത്യ ചെയ്തെന്ന് നീ അറിഞ്ഞു? പോലീസ് സ്റ്റേഷനിൽ പോയി, ഞാൻ പോയി, ബോഡി കിട്ടിയിട്ടില്ല. ഇല്ല. അതെങ്ങനെയാ ശരിയാണോ? ഇല്ല കണക്ഷൻ ഇല്ലല്ലോ. അല്ല ഇതെങ്ങനെ ഞാൻ കൊച്ചു മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? മരിച്ചെന്ന് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു തന്നെ. നീ ആ നമ്പർ വിളിച്ചോണ്ട? ഏത്? നിന്നെ പോലീസ് അവിടെ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞില്ലേ? നമ്പർ അത് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച്, രണ്ടാമത് വിളിച്ചു. ഞാൻ വിളിച്ചാ എടുക്ക, നീ നമ്പർ അളിയ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ആ ബോഡി ഒന്ന് കണ്ടെത്തണം. ബോഡി കണ്ടെത്താൻ ഞാൻ ഇവിടെ മറ്റേ കുലുക്കി കുത്തി നടത്തിയ ബോഡി കിട്ടൂ? അല്ലെങ്കിൽ വേറൊരു കൊച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ. അപ്പൊ ആ കൊച്ചിന്റെ ഇത് നമുക്ക് വാർത്ത കൊടുക്കാം. അല്ല ആ കൊച്ചിന്റെ വയസ്സ് എത്ര, ഉയരം എത്ര, അച്ഛന്റെ പേര്? അതൊന്നും അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റൂല. എടാ കിഴങ്ങ്, നീ പിന്നെ എന്തിനു വന്നത് ഇവിടെ? അളിയ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചത് ആളിയാ. ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ എങ്ങനെയാ കണ്ടുപിടിക്കണം? ഈ കൊച്ചിന് എന്ത് പറ്റിയത്? അങ്ങനെ ഡീറ്റെയിൽ പറയാനും പറ്റൂല, അല്ലാതെ ആളിയെ കണ്ടുപിടിക്കണം. ഒന്നും പറയാനും പറ്റൂല, കണ്ടുപിടിക്കുകയും വേണം. ഇത് വല്ലാത്ത ഇതിപ്പോ ഏത് സ്റ്റേഷനിൽ നിന്നാണ് നിന്നെ വിളിച്ചതെന്ന് അറിയണം. അത് തന്നെ, അത് ഏത് സ്റ്റേഷനിലാണ് മരിച്ചതെന്ന് അറിയണം. ബോഡി എവിടെ ഉണ്ടെന്ന് അറിയണം. ചെല്ലി അറിയിക്കാം, ഞാൻ അറിയിക്കാം.
അറിയോ? ഓ ഉറപ്പായിട്ടും ഞാൻ കമ്പി അടിക്കാം, നീ ചെല്ലി. അളിയ തമാശ. അറിയിക്കാം. ഒരു ഗുണമില്ലാത്ത കേസാണ്, എന്നാലും അറിയിക്കാം. അളിയന്റെ ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. ആ കൊച്ചിന്റെ ഫുൾ ഫീച്ചർ എനിക്ക് കിട്ടണം എൻ്റെ ഇതിൽ കൊടുക്കാൻ. അത് കിട്ടുമോ? ആ കൊച്ചു എങ്ങനെ മരിച്ചു, വേറെ ഒരു പത്രക്കാരനും അതിന്റെ റൈറ്റ്സ് കൊടുക്കരുത്. അങ്ങനെയെങ്കിലും ഞാൻ 5 പൈസ ഉണ്ടാക്കട്ടെ. അത് ഇങ്ങനെ മരിച്ചു എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റൂല. എനിക്ക് വേറൊരു കൊച്ചിന് പ്രശ്നമാവും. അത് ഞാൻ ചെയ്യൂല. എഴുന്നേറ്റ് പോ. എന്റെ സമയം മുന്നേ കെടുത്താതെ അങ്ങനെ പറയല്ല അളിയ. ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എന്നൊരു കാര്യം ചെയ്യാം, ന്യൂസ് അളിയ ഇട്, പക്ഷെ പേര് മാറ്റിയിടണം. അത് മാറ്റി ഫോട്ടോ ഇടല്ലേ? ഫോട്ടോ ഒന്നും വേണ്ട, പേര് മാറ്റിയിട്ടോളാം. ഞാൻ ഞാൻ പോട്ടെ, അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും. ഓക്കെ. ഏത് സ്ഥലത്താണ് ഡെഡ് ബോഡി ഉള്ളതെന്ന് അറിയാം. വയസ്സെങ്കിലും പറയടേ. വയസ്സ് അത് വേണ്ടല്ലേ? 21. ശരി, ഓക്കെ. വിളിച്ചു പോകട്ടെ. ഹലോ സാറേ, നമസ്കാരം. സാറേ, ഇന്ന് ഈ ആത്മഹത്യ കേസ് വല്ലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ സാറേ? 21 വയസ്സുള്ള പെൺകൊച്ച് പ്രണയ നൈരാശ്യം എന്നാണ് കേട്ടത്. ഒന്ന് നോക്കിയിട്ട് പറയണം സാറേ. 200 രൂപ കിട്ടണ കേസാണ്. ശരി, ഓക്കെ സാറേ. പിന്നെ ഹാപ്പി ന്യൂ ഇയർ. ശരി. ജിഞ്ചർ സോപ്പ് സൂപ്പറാണടി. നീ എന്താടി എന്നൊക്കെ കൊഞ്ഞനെ കുത്തുവാണോ? നിനക്ക് പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? പാടടി. നീ ഇപ്പൊ പാടിയില്ലെങ്കിൽ നിന്റെ ചോര ഞാൻ അങ്ങ് കുടിക്കും. പിങ്കി നീ എന്ത് ചെയ്യില്ല പിങ്കി? എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടാ പിങ്കി. അങ്ങനെ പറയല്ലേ, പാട്. ഇല്ല, എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടാ പിങ്കി. പാടടി. ഏത് പാട്ടാ വേണ്ടത്? ഇംഗ്ലീഷ് പാട്ട് മതി. എനിക്ക് ഇംഗ്ലീഷ് പാട്ട് അറിഞ്ഞൂടാ. അറിയാന്നുള്ള ഇംഗ്ലീഷ് പാട്ട് പാടിയാ മതി. ഇങ്കി പിങ്കി ഡോങ്കി മതിയാ? അത് വേണ്ട, അതിനു പകരം അവന്തി അവന്തി കോന്തി അങ്ങനെ പാടും. അങ്ങനെ ഒരു പാട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, നീ പാട്. പാടാം. അങ്ങനെ നിൽക്കാൻ പിടിക്കാൻ എന്റെ അടുത്തില്ലടി. അതെ, പ്രേതോ നിനക്കെന്താ പയ്യേ? ഓടി തളർന്നിരിക്കുവോ സാറേ? ഓടിയാ തളരും, അത് സയന്റിഫിക്കലി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി? അത് തന്നെ ഞാനും നോക്കുന്നത്. എന്നെ തനിച്ചാക്കിട്ട് അവരെവിടെ പോയിന്ന് സാറ് കണ്ടായിരുന്നോ? അവരെ കാണാം. അത് കൊള്ളാം. ഇതൊക്കെ എൻ്റെ അടുത്താണോ ചോദിക്കണത്? സാർ ഒറിജിനൽ ബിനു പോലീസ് തന്നെയാണോ? സാർ ഒറിജിനൽ ബിനു പോലീസ് ആണോ അതോ ഇനി പിങ്കി ആണോ? പിങ്കിയാ? ഏത് പിങ്കി? കാണാതെ പോയ പിങ്കി. നിനക്കെന്താ പയ്യേ? കണ്ണൂർ നോക്ക്, ഞാൻ ബിനു പോലീസ്. ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് സാറ് കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം സാറ് ബിനു പോലീസ് ആണെന്നുള്ളത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. സാറ് പിങ്കിയാ. സ്വന്തം ഐഡന്റിറ്റി തെളിയിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടണം. ചോര് ഇങ്കി പോങ്കി കഴിഞ്ഞ എന്താ? ഇങ്കി പോങ്കി കഴിഞ്ഞ അടുത്തുള്ള വാക്കെന്താ? ഇങ്കി പോങ്കി. ഇങ്കി പോങ്കി ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. അത് കഴിഞ്ഞുള്ള അടുത്ത വാക്ക് പറ. ഓപ്ഷൻസ് ഉണ്ടോ? എ ഡോങ്കി, ബി ലുങ്കി, സി മങ്കി, ഡി ഡുങ്കി. ഡുങ്കി ബി ലുങ്കി. അറിയാം. സമാധാനമായി. ഉത്തരം പൊട്ടത്തെറ്റാ. സാറ് ബിനി പോലീസ് തന്നെ. അറിയാം. സാറെന്താ ഇവിടെ? അത് നമ്മുടെ ഇവിടുത്തെ ജയയില്ലേ, ജയൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് എന്തോ കംപ്ലൈന്റ് എഴുതി കൊടുത്തെന്ന് പറഞ്ഞു. അത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. ഇവിടെ ആരോ മിസ്സിംഗ് ആണെന്ന് എന്തോ പറഞ്ഞു. പിങ്കി അല്ലേ?
ആ പിങ്കിയുടെ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. സാർ അവള് പോയതാ രാവിലെ. ഉച്ചയപ്പോ വിളിച്ചു പറയുന്നു അവള് മരിച്ചു എന്ന്. സാർ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് തരണം. ഓ ഐ സി. അതിരിക്കട്ടെ, ആ കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? സാർ എന്റെ ലോക തോൽവിയാ സാറേ. ആ കൊച്ചിനെ കാണാതായില്ലേ, ഇനി ഞാൻ എവിടുന്ന് കണ്ടുപിടിച്ചു തരാനാ? അതിലെ സാറിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചേ. ഓക്കെ ഓക്കെ, ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു ആ ചോദ്യം. ഞാനത് സാർ പ്ലീസ് സാർ, അവന്റെ അറസ്റ്റ് ചെയ്യരുത്. അവൾ നിരപരാധി, അവൾ അറിയാണ്ട് ചെയ്താ സാർ. പ്ലീസ് സാർ. ഇവിടെ എല്ലാവർക്കും കൂട്ടത്തോടെ ഭ്രാന്തായ. എടിയതല്ല അങ്ങോട്ട്. നീ എന്നെ തനിച്ചാക്കിയത് എവിടെയാടി ചാരു പോയത്? എടി ഞാൻ അപ്പുറം കട വരെ പോയതാ. ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പം ആ പിങ്കിയുടെ പ്രേതം വീണ്ടും എന്നെ പിടിക്കാൻ വന്നു. ഒരു തരത്തിൽ രക്ഷപ്പെട്ട് ഇവിടെ വന്നിരുന്നത്. ദേ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. ഇനി നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ബിനി പോലീസ് വന്നില്ലേ സാർ? ഒന്ന് കണ്ടുപിടിക്കോ സാർ അവളെ. എന്തോന്ന്? ആരെ കണ്ടുപിടിക്കേ? പിങ്കിയുടെ പ്രേതത്തിനെ. അതെ, ഈ പ്രേതത്തെ പിടിക്കാനുള്ള കൈവലങ്ങൊന്നും കേരള പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. സാറിനെ പോലെ കഴിവുള്ള ഒരു ഓഫീസറിന് എന്തിനാ വിലങ്ങൊക്കെ? സാർ പോയി പിടിക്കണം സാർ. ചാരു പറഞ്ഞ ഞാൻ ഡ്രാക്കുളെ വരെ പിടിക്കും. എവിടെയാ പ്രേതം? മക്കളെ, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ പിങ്കി മോളെ കാര്യം ഫ്രാൻസിസ് അളിയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങളൊക്കെ അളിയൻ നോക്കിക്കോളാം. പുള്ളിക്കാരടുത്ത് മാത്രം പറഞ്ഞ പോരാ അമ്മാവാ. നമുക്കൊരു പൂജാരിയെ വിളിച്ച് ഇവിടെ നല്ലൊരു പൂജ ചെയ്യണം. അവിടെ ബാധ ഇവിടെ തന്നെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുവാ. ആ മാവാ, പിങ്കിയുടെ ആത്മാവിനെ അവള് വീണ്ടും കണ്ടെന്ന്. അവളെ കുറെ ഓടിച്ചിട്ട് ഉപദ്രവിക്കാൻ നോക്കി നിൽക്ക്. ആണോ മക്കളെ? ആമാവാ. അങ്ങനെയാണെങ്കിൽ സാധാരണപ്പെട്ട ഒരാളെ കണ്ടാൽ പോരോ? ഇത്തിരി നല്ല ആളിനെ തന്നെ കാണണം. നോക്കാം, നമുക്ക് തമ്മി പിടിച്ചെടുക്കാം. അല്ല, ആ ബിനി പോലീസിന്റെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നു. പുള്ളി വന്നാ അവിടെ? അയ്യോ വന്നിട്ടുണ്ട്. അമ്മാവ് മറ്റേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തില്ലേ, അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ആണോ? എന്നിട്ട് എവിടെ? പോയിട്ട് പോയി പിങ്കിയെ പിടിക്കാനായിട്ട്. പിങ്കിയെ പിടിക്കാൻ? പിങ്കിയുടെ പ്രേതത്തിനെ പിടിക്കാനായിട്ട്. എനിക്കിതൊന്നും ഒരു വിശ്വാസമില്ല. പണ്ടുള്ള ഓരോ അന്ധവിശ്വാസങ്ങൾ. എന്ത് പറ്റി സാറേ? മോളിൽ ശരിക്കും പെണ്ണുണ്ടല്ലേ? കണ്ടോ, ഇപ്പൊ നിങ്ങക്ക് വിശ്വാസമായല്ലോ. ഞാൻ പറയുമ്പോ നിങ്ങക്ക് വിശ്വാസമില്ലായിരുന്നു. കണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും തന്ത്രിയെ വിളിച്ചിട്ട് എന്തോന്നു വെച്ചാൽ ചെയ്യും. ഇത് എന്റെ കയ്യിൽ നിൽക്കൂല, കൈവിട്ട കളിയാണ്. എനിക്ക് ഉയിലാണ് വലുത്. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മാവാ? ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. പിങ്കി പ്രേമ, എന്തുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാം. നമ്മളെ ചോര കുടിക്കരുത്. ചോര കുടിക്കാൻ ഞാനൊന്ന് ഗോസ്റ്റോ? എന്റെ പൊന്നങ്കിളെ, ഞാൻ സൂയിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇത്ര കാണിച്ചു കൂട്ടിയത്? അത് ഞാൻ ഈ അവന്തിയെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ഇവളെന്നെ കുറെ വിഷമിപ്പിച്ചു. അപ്പൊ ഇവള് ടെൻഷൻ അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചെയ്തതാ. ഇനി എന്നോട് കളിക്കാൻ വരരുത്. അല്ല മോളെ, അപ്പൊ നമ്മളെയൊക്കെ ഫോണിൽ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞ് വിളിച്ചതായിരിക്കും. അത് വോയിസ് ചേഞ്ചർ മാറ്റി ഞാൻ തന്നെ വിളിച്ചത്. എന്തായാലും ഈ ഗെയിം ഇവിടെ തീർന്നു. അയ്യോ, എന്തായാലും സമാധാനമായി. മോളെ, ആ കൊച്ചു പറഞ്ഞത് കേട്ടല്ല. ഇനി അതിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടരുത്. നമ്മൾ വിചാരിക്കുമ്പോഴത്തെ കൊച്ചല്ല അത്, ചില്ലറ കാര്യമല്ല കേട്ടാ. ഇനി വഴക്കിനൊന്നും പോലെ മോളെ, കേട്ടാ? ഇതോടെ മറക്കണം കേട്ടാ അല്ല? ശരി. എടി അവന്തി, അവള് നമ്മളെല്ലാവരും ആസാക്കിയിട്ടാ പോയേക്കുന്നത്.
നമ്മളെ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇനി കളികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ചാരു. അവന്തികയായി പറയുന്നേ.